ഇസ്രായേൽ ഗസ യുദ്ധം നീണ്ടുപോകുന്നു. ലെബനൻ യുദ്ധം നീണ്ടുപോകുന്നു. ഇറാനുമായി സംഘർഷം നിലനിൽക്കുന്നു. അതിനിടയിൽ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കുരുക്കുമുറുകുന്നു. വിവിധ കേസുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിചാരണ തുടങ്ങി. ടെലവീവിലെ കോടതി മുറിയിൽ ചൊവ്വാഴ്ചയാണ് നെതന്യാഹു വിചാരണയ്ക്കായി ഹാജരായത്. ആദ്യമായാണ് നെതന്യാഹു വിചാരണയ്ക്കെത്തുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ അസംബന്ധങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 4 മണിക്കൂർ വിചാരണ നീണ്ടു. വിചാരണ ബുധനാഴ്ചയും തുടർന്നു. ഇസ്രായേലിൽ ഏറ്റവും കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന നെതന്യാഹുവിനെതിരെ 3 വ്യത്യസ്ത കേസുകളാണുള്ളത്. കൈക്കൂലി, വഞ്ചന, പൊതുവിശ്വാസ ലംഘനം എന്നിവയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ. എന്നാൽ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാനുള്ള സമയത്തിനായി ഞാൻ 8 വർഷമായി കാത്തിരിക്കുന്നു. ഞാൻ പ്രധാനമന്ത്രിയാണ്. യുദ്ധത്തിലൂടെയാണ് ഞാൻ രാജ്യത്തെ നയിക്കുന്നത്. രണ്ടും സമാന്തരമായി ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് നെതന്യാഹു ജഡ്ജിയോട് പറഞ്ഞത്. ഗസയിൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കിടെയാണ് നെതന്യാഹു വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരായത്. 14 മാസമായി തുടരുന്ന യുദ്ധം അധികാരത്തിൽ തുടരാനായി നെതന്യാഹു നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന ആരോപണമാണ് പൊതുവെ ഉയരുന്നത്. വെടിനിർത്തൽ കരാർ നടപ്പാക്കാതിരിക്കാൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്നും വിമർശനമുണ്ട്. സിറിയയിലും ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ വിചാരണ നടക്കുന്നതിനിടെ കോടതിയുടെ പരിസരത്ത് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി അണിനിരുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. കേസ് 1000, കേസ് 2000, കേസ് 4000 എന്നിങ്ങനെ 3 കേസുകളാണ് നെതന്യാഹുവിനെതിരെയുള്ളത്. 2019 കേസുകൾ ഫയൽ ചെയ്തത്. സ്വകാര്യ ബിസിനസ് താൽപ്പര്യങ്ങൾക്കുള്ള സഹായത്തിന് പകരമായി ശതകോടീശ്വരനായ ഹോളിവുഡ് നിർമ്മാതാവിൽ നിന്ന് നെതന്യാഹുവും ഭാര്യ സാറയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന കേസാണ് കേസ് 1000. തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നതിന് പകരം ഇസ്രായേലി പത്രത്തിന് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയെന്ന കേസാണ് അടുത്തത്. ഈ കേസാണ് കേസ് 2000. ഇത്തരത്തിൽ ഇസ്രായേലി കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ബെസക്കിനും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയെന്ന കേസാണ് മൂന്നാമത്തേത്. ഇതിനെ കേസ് 4000 എന്നാണ് വിളിക്കുന്നത്. കേസുകളിൽ 2020 വിചാരണ തുടങ്ങിയത്. നെതന്യാഹുവിൻ്റെ അടുത്ത അനുയായികൾ ഉൾപ്പെടെ സാക്ഷികളാക്കി കോടതി വിസ്തരിച്ചിരുന്നു. അതേസമയം കേസിൽ 2026 വരെ വിധി വരാൻ ഒരു സാധ്യതയുമില്ല. വിധി വന്നാലും വിധിക്കെതിരെ നെതന്യാഹുവിന് കോടതിയെ സമീപിക്കാനും സാധിക്കും.